Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം അഹമ്മദ്. I'm a subject matter expert at Franklin's Lectures. And നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കീം 2026ന്റെ ഭാഗമായിട്ട് PYQ ഡിസ്കഷൻ സീരീസ്, അതിൽ മാത്തമാറ്റിക്സിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ കീം എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഭാഗം നിങ്ങൾക്ക് ഒരു PYQ ഡിസ്കഷൻ സീരീസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് മാത്തമാറ്റിക്സിലെ ട്രിഗ്നോമെട്രി, ബേസിക്കലി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ട്രിഗ്നോമെട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ എന്താണ് ഇക്വേഷനിലേക്ക് കടക്കാം. The value of sine to the power 615 degree plus cos to the power 615 degree is equal to option A 13/16, option B 11/16, option C 9/16, option D 7/16 and option E is 5/16. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ sin raised to 6 15 degree plus cos raised to 6 15 degree എന്നാണ്. ഓക്കെ, സോ ഈ sin raised to 6 15 degree plus cos raised to sin raised to 6 15 degree എനിക്ക് എന്താണ് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? sin square 15 degree whole cube എന്ന് എഴുതാൻ പറ്റില്ലേ? സോ ആ ഒരു ടേമിൽ നമുക്ക് എഴുതി നോക്കാം. So sin raised to 6 15 degree plus cos to the power 6 15 degree can also be written as എന്താണ് sin square 15 degree whole cube plus cos square 15 degree ഹോൾ ക്യൂബ് എന്ന് എഴുതി കൂടെ. ഇനി നമ്മൾ ഒരു ഐഡന്റിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ഓക്കെ, അതിൻ്റെ ഐഡന്റിറ്റി ആണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ഇൻറ്റു അല്ല മൈനസ് 3ab പ്ലസ് ഇൻറ്റു എ പ്ലസ് ബി. ഈ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ളതാണ്. സോ ഇവിടെ എ എന്താണ്? ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 15 ഡിഗ്രി ആണ്, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 15 ഡിഗ്രി ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ സ്ക്വയർ 15 ഡിഗ്രി ഹോൾ ക്യൂബ് എ ആയിട്ടും സൈൻ സ്ക്വയർ 15 ഡിഗ്രി എ ആയിട്ടും കോസ് സ്ക്വയർ 15 ഡിഗ്രി ബി ആയിട്ട് എഴുതണം. സോ ദാറ്റ് വിൽ ബിക്കം എന്താണ്? ഫസ്റ്റ് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണ്. എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 15 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 15 ഡിഗ്രി എന്താണ് ദ ഹോൾ ക്യൂബ് പ്ലസ് എന്താ പറയുക 3 ഇൻറ്റു സൈൻ സ്ക്വയർ 15 ഡിഗ്രി ഇൻറ്റു കോസ് സ്ക്വയർ 15 ഡിഗ്രി ഇൻറ്റു എ പ്ലസ് ബി ആണ്, ദാറ്റ് ഈസ് sin square 15 degree plus cos square 15 degree. ഇങ്ങനെ വരില്ലേ? ഇത് നമുക്കറിയാം എന്താണ് sin square തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാ പോവാ? ഇത് 1 ആയി പോകും ആൻഡ് ദിസ് ഓൾസോ ബിക്കംസ് 1. സോ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? ഇവിടെ യൂസ് ഈക്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ ഇത് 1 ആവും അല്ലേ? 1 ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ 15 ഡിഗ്രി ഇൻറ്റു കോസ് സ്ക്വയർ 15 ഡിഗ്രി ഇൻറ്റു 1 എന്ന് വരില്ലേ? അതും 1 ആണല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഫോമിലാണ്. സോ അതും 1 ആയി വരും. സോ ഇങ്ങനെ വരും. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നമുക്കറിയാം 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ 2 തീറ്റയാണ്. ഓക്കെ, വി ആർ യൂസിങ് ദ ഐഡന്റിറ്റി 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ഇത് കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വരും അല്ലേ? സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് 1 മൈനസ് 3 ഇൻറ്റു ഇവിടെ ഇതാണ് സൈൻ തീറ്റ, ഇത് കോസ് തീറ്റ. ഇവിടുത്തെ 50 ഡിഗ്രിയാണ്, ഇവിടെ ഡബിൾ ആവണം. ഇത് തീറ്റയാണ് 15 ഡിഗ്രി. അപ്പം 2 തീറ്റയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ 30 ഡിഗ്രി വരും അല്ലേ? 30 ഡിഗ്രി വരും. ആൻഡ് അതിൻ്റെ സ്ക്വയർ, കാരണം ഇവിടെ ഇത് സ്ക്വയർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ. ഇത് സ്ക്വയർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ക്വയർ. സോ ഇവിടെ മൊത്തം സ്ക്വയർ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ 1 മൈനസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ 15 ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? സൈൻ സ്ക്വയർ
30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാൻ പറ്റും. സോറി 2 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? 2 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും സൈൻ സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. സോ ഇവിടെ ആ കേസിൽ സൈൻ സ്ക്വയർ 30 ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 3 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ സോറി ഇവിടെ സൈൻ 30 എന്ന് ഉണ്ടാവുള്ളൂ. സൈൻ ഹോൾ സ്ക്വയർ എടുക്കുന്നുണ്ട്, അവിടെ സ്ക്വയർ എഴുതാം. സൈൻ 30 എത്രയാണ് നമുക്കറിയാം? 1/2 എന്നാണ്. സോ 1/2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 1 മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്താ വരിക? 1/4 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 1/4 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതോ 1 മൈനസ് 3 ഇൻറ്റു 1/16 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 1 മൈനസ് 3/16. സോ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 മൈനസ് 3/16 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 13/60. ദിസ് വിൽ ബി ദി ആൻസർ. ഇതാണ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ 13/16 ആണ്. വിച്ച് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? 13/16 ആണ് നമുക്ക് കിട്ടിയത്. സോ 1 മൈനസ് 3/16 എന്ന് കിട്ടി. സോ 16 മൈനസ് 3 13/16 കിട്ടി. ഓപ്ഷൻ എ is the correct answer. Clear? Now let's move on to the next question. 1 plus cos pi by 8 into 1 plus cos 7pi/8. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 plus cos pi by 8 into 1 plus cos 7pi/8 എന്നാണ്. ഓക്കെ, അത് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ 1/√2 ഇൻറ്റു 1 പ്ലസ് √2. ദെൻ ഓപ്ഷൻ ബി 1/2√2 ഇൻറ്റു 1 പ്ലസ് √2. ദെൻ സി ഓപ്ഷൻ ഈസ് 1/2√2 ഇൻറ്റു √2 മൈനസ് 1. ഡി ഈസ് 1/√2 ഇൻറ്റു √2 മൈനസ് 1. ഓപ്ഷൻ ഇ ഈസ് 1/2 ഇൻറ്റു √2 പ്ലസ് 1 എന്നാണ്. സോ ഇവിടെ കോസ് pi/8 ഇവിടെ നോക്കാം. നമുക്ക് കോസ് 7pi/8 നമുക്ക് എന്താണ്? കോസ് pi/8 ടേംസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, കോസ് pi/8 7pi/8 കോസ് pi/8 ടേംസിലേക്ക് കൊണ്ടുവരണം. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് 7pi/8 എന്ന് പറയുന്നത് can be written as 7pi/8 can be written as pi minus pi/8. ശരിയല്ലേ? ഇതന്നെ സംഭവം 8 മൈനസ് pi/8 which is 7pi/8. അപ്പോൾ കോസ് 7pi/8 നമുക്ക് കോസ് പൈ മൈനസ് pi/8 എഴുതാൻ പറ്റും. നമ്മൾ പറഞ്ഞു കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ആണ്. കോസ് പൈ മൈനസ് pi/8 എന്ത് വരും? മൈനസ് കോസ് pi/8 എന്ന് വരും അല്ലേ? സോ ദാറ്റ് ഗിവ്സ് നമുക്ക് എന്താ? നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ എന്ത്? ദാറ്റ് ഗിവ്സ് 1 പ്ലസ് കോസ് pi/8 ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് മൈനസ് കോസ് pi/8 എന്ന് വരും. കോസ് 7pi/8 എന്ന് വരും. വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എന്താണ്? 1 പ്ലസ് കോസ് pi/8 ഇൻറ്റു 1 മൈനസ് കോസ് pi/8. ഓക്കെ, അപ്പം ഇതെന്താണ്? എന്ത് എക്സ്പ്രഷൻ ആണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്കറിയാം എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഹിയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ pi/8 എന്ന് വരും. വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ pi/8. അപ്പോൾ ഇതായിരിക്കും എന്ത് നമുക്ക് കിട്ടുക. ഇനി എന്താണ്? കോസ് സ്ക്വയർ pi/8 നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? കോസ് സ്ക്വയർ pi/8 നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ വി ആർ യൂസിങ് ദ ഐഡന്റിറ്റി കോസ് θ/2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് θ/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് കോസ് സ്ക്വയർ θ/2 ഇസ് ഈക്വൽ ടു എന്താ? 1 പ്ലസ് കോസ് θ/2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡന്റിറ്റി. സോ ഇത് വേണ്ട.
ഇത് വേണ്ട, നമുക്ക് ഇത് നേരെ ഇതിനെ എഴുതാം. സോ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ ദിസ് വിൽ ബിക്കം 1 മൈനസ് കോസ് സ്ക്വയർ പൈ ബൈ തീറ്റ ബൈ 2 എന്നാണ്. സോ ഇവിടെ എന്താണ്, പൈ അവിടുത്തെ ആംഗിൾ ആണ്, പൈ ബൈ 4 ഇൻറ്റു 1/2 എന്ന് കാണാൻ. അപ്പോൾ പൈ ബൈ 4 ആണ് അവിടുത്തെ തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആണ് ഇൻറ്റു 1/2, ഇതാണ് പൈ ബൈ 8 ആവുന്നത്. സോ ഈ ഒരു ഫോമിലേക്ക് എഴുതുമ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 4 ആയിരിക്കും. സോ പൈ ബൈ 4 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു പൈ ബൈ 8 എന്ന് വരും. ഓക്കെ, സോ 1 മൈനസ് കോസ് ഇൻറ്റു 1 മൈനസ് കോസ് ഇൻറ്റു കോസ്, അത് എഴുതി ഇതിനങ്ങോട്ട് എഴുതണം. സോ 1 പ്ലസ് കോസ് എന്താ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ 1 മൈനസ് 1/2 ഞാൻ പുറത്തോട്ടെടുത്ത് 1 പ്ലസ് കോസ് പൈ ബൈ 4. കോസ് പൈ ബൈ 4 പറഞ്ഞാൽ കോസ് 45 ഡിഗ്രി. കോസ് 45 എത്രയാണ്, 1/√2 ആണ്. സോ 1/√2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു ഇൻ ദ √2 ഞാൻ ന്യൂമറേറ്റർ കോസ് മൾട്ടിപ്ലൈ, സോ √2/1 ഇൻറ്റു √2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ 1 മൈനസ് 1/2. അപ്പം എന്താണ് √2 പ്ലസ് 1 മൈനസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. ശരിയല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 2√2 ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2√2 മൈനസ് √2, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ഇവിടെ -√2 ആവും, ഇവിടെ -1 ആവും. സോ -1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. സോ 2√2 മൈനസ് √2 പറഞ്ഞാൽ എന്താണ്, √2 ആൻഡ് ഓക്കെ. അപ്പോൾ നമുക്ക് 1/√2 കോമൺ എടുക്കാം. 1/2√2 കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും, 2√2 മൈനസ് √2 √2 അല്ലേ, √2 മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെയല്ല ഓപ്ഷൻ വരിക. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 2√2 മൈനസ് √2 മൈനസ് 1 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് 1/2√2 ഇൻറ്റു 2√2 മൈനസ് 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1/2√2 ഇൻറ്റു √2 മൈനസ് 1 എന്നാണ്, വിച്ച് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? So let's move on to the next question. Sin 7x plus sin 5x is divided by cos 7x plus cos 5x is equal to എന്താണെന്നാണ് ചോദിച്ചത്. Okay, options are tan 6x by sin 6x, option B tan 6x by cos 6x, option C sin 6x, option D cos 6x, and option E എന്നത് tan 6x എന്നാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, sin A പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് 2 sin A plus B by 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2 എന്നാണ്. സിമിലർലി എന്താണ്, കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറയുന്നതോ, കോസ് എ പ്ലസ് കോസ് എ എന്ന് പറയുന്നത് 2 കോസ് ആണ്. 2 കോസ് A plus B by 2 ഇൻറ്റു കോസ്, ഇവിടെ മൈനസ് ആണ്, ഇൻറ്റു 2 കോസ് A മൈനസ് B by 2 എന്ന് വരും. ഓക്കെ, സോ കോസ് എ പ്ലസ് 2 കോസ് A പ്ലസ് B by 2 ഇൻറ്റു കോസ് A മൈനസ് B by 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് sin 7x പ്ലസ് sin 5x എങ്ങനെ എഴുതാൻ പറ്റും, sin 7x പ്ലസ് sin 5x ആസ് 2 sin എന്താണ് 7x പ്ലസ് 5x ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 5x ബൈ 2 എന്നാണ്. 7x പ്ലസ് 5x എന്ന് വരും 12x എന്ന് വരും. അതേപോലെ 7x മൈനസ് 5x 2x എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 sin 12x ബൈ 2 ഇൻറ്റു എന്താണ് കോസ് 2x by 2 എന്ന് വരും. 2 2 ക്യാൻസൽ, ഇവിടെ 12 2 ക്യാൻസൽ 6 ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sin 6x ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. സോ sin 7x പ്ലസ് sin 5x എന്ന് പറഞ്ഞാൽ 2 sin 6x cos x എന്നാണ്. ഇതേപോലെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, cos 7x പ്ലസ് കോസ് 5x എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, കോസ് എക്സ്. അഗെയിൻ അതിൻ്റെ ആംഗിളിന് വ്യത്യാസമില്ല. അപ്പോൾ സോ കോസ്
ഇവിടെ ആകെ മാറുന്നതാണ് 2 cos a plus b by 2 cos a minus b by 2 ആണ്. സോ ഇവിടെ എന്ത് വരും 2 cos 7x plus 5x by 2 12x by 2 6x എന്ന് വരും. 2 cos 6x into cos x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഡിവിഷൻ ആണ്. that gives sin 7x plus എന്താണ് sin 5x divided by എന്താണ് cos 7x plus cos 5x എന്ന് പറയുന്നത് equal to നമുക്ക് കിട്ടിയത് 2 sin 6x cos x whole divided by 2 cos 6x into cos x എന്നാണ്. So cos x 2 can be cancelled. Sin 6x by cos 6x sin x by cos x എന്താണ് tan x ആണ്. So this will be the answer will be എന്താണ് tan 6x. So that option, that is sin theta by cos theta എന്ന് പറയുന്നത് എന്താണ് tan theta എന്നാണ്. Okay, so that will be the answer. അപ്പോൾ ഇതാണ് option E ആണ് വരിക. Okay, option E. Okay, let's move on to the next question. If sec alpha plus beta is equal to √7 by √3, then sin alpha plus beta plus tan alpha plus beta എന്താണെന്നാണ് ചോദിക്കുന്നത്. Option A is √3 plus √7 by √21. Option B is 2 by √21. Option C is 2 into √3 plus √7 divided by √21. Option D is √7 by √3 and option E is √3 by √7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് sec alpha plus beta എന്നാണ് അല്ലേ. sec alpha plus beta എന്ന് പറയുന്നത് √7 divided by √3 എന്നാണ്. ഈ സീക്കും കോസ് എങ്ങനെ റിലേഷൻ? സീക്കിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കോസ്. സോ കോസ് ഇത് എന്താണ് റെസിപ്രോക്കൽ പറഞ്ഞാൽ അതിനെ ഉൾട്ടാക്കുക. അപ്പം എന്താണ് കോസ് √3 by 7 വരും. സോ സീക്ക് അപ്പോൾ കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിക്കാരം √3 by √7 എന്നാണ്. ഓക്കെ, കോസ് എന്ന് പറയുന്നത് √3 by √7. ഇത് നമ്മൾ ചോദിച്ചു സൈൻ ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ടാൻ ആൽഫ ബീറ്റ. സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ച് മണി ക്ലാരിറ്റി കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് ഇതാക്കിയത് പറഞ്ഞാൽ എന്താണ് സൈൻ സെക്ക് തന്നാൽ നമുക്ക് കോസ് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ടേക്ക് ചെയ്യുന്നത് എന്താണ് റെസിപ്രോക്കൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം എന്താണ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് മീൻസ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താ കോസ് ആൽഫ പ്ലസ് ബീറ്റ നിൽക്കുന്നത്. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും അതിൻ്റെ സ്ക്വയർ. സോ കോസ് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് √3 by √7 ആണെങ്കിൽ നമുക്ക് എന്താ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ എന്താണ് 3 by 7 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 3 by 7 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ 7 അങ്ങോട്ട് കൊണ്ടുപോകുക. സോ 7 മൈനസ് 3 by 3 which is equal to എന്തായിരിക്കും √4 by 3 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും 2 by √3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കാണേണ്ടത് ഇനി ടാൻ ആൽഫ പ്ലസ് ബീറ്റ ആണ് കാണേണ്ടത്. സോ ടാൻ ആൽഫ പ്ലസ് ബീറ്റ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സീക് തീറ്റന്റെ ബേസിൽ കാണാൻ പറ്റും. നമുക്കറിയാം കാരണം സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അതല്ലാതെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് സൈൻ ഓൾറെഡി അറിയാം, സൈനും കോസും അറിയാം. അപ്പം നമുക്ക് ടാൻ എന്ത് കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം എന്താണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാണ്. സോ അത് വെച്ചാണ് നമുക്ക് ഇവിടെ എടുക്കാം. സോ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് സൈൻ ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് ബീറ്റ എന്നാണ്. സോ സൈൻ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 2 by √3 എന്നാണ് കിട്ടിയത്. ദെൻ കോസ് ആൽഫ പ്ലസ് ബീറ്റയോ √3 by √3 അല്ലേ √3 by sin alpha plus b 2 by root okay 2 by √7 ആണ്. മാറിപ്പോയി, ഇത് 7 ആണ് വരിക, ഇവിടെ മാറില്ല. സോ 7 4 by 7 അപ്പോൾ ഇത് √7 വരും. ഓക്കെ
റൂട്ട് 7 എന്ന് വരാം. സോ 2/√7 എന്ന് വരും. ആൻഡ് കോസ് ആൽഫ പ്ലസ് ബീറ്റയോ, കോസ് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടിയ √3/√7 എന്നാണ്. √3/√7. സോ √7 ക്യാൻസൽ. ദിസ് വിൽ ബി 2/√3. ഓക്കെ, 2/√3. നമുക്ക് എന്താ വേണ്ടത്? ഇതിന് രണ്ടിൻ്റെയും സമ്മാണ് വേണ്ടത്. സോ therefore sin ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എന്താണ് tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എന്താണ് 2/√7 എന്നാണ്, ശരിയല്ലേ? ആൻഡ് കോസ് tan ആൽഫ പ്ലസ് ബീറ്റയോ 2/√3. സോ 2/√7 പ്ലസ് 2/√3 is equal to 2 into 1/√7 plus 1/√3 എന്ന് വരും. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ദിസ് വിൽ ബിക്കം എന്താണ്, ഇതിങ്ങോട്ട് പോയി ഇതിങ്ങോട്ട് പോകും. √3 into √7 എന്ന് പറഞ്ഞാൽ √3 into 7 that is √21 എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 2 into എന്താണ് √3 plus √7 divided by √21 എന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ ആൻഡ് ദി ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Okay, so now let's move on to the next question. If sec theta plus tan theta is equal to 2 plus √3, then sec theta minus tan theta is equal to എന്താണെന്ന് ചോദിച്ചത്. Options are 2 minus √3, 1/2 minus √3, 1/√3, 2/√3 and 2/2 minus √3. Okay, so നമുക്ക് തന്നിരിക്കുന്നത് sec theta plus tan theta plus tan theta എന്നുള്ളത് 2 plus √3 എന്ന് തന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡൻറ്റിറ്റി പറഞ്ഞാൽ നമുക്കറിയാം സെക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, സ്ക്വയർ റിലേഷൻ. അപ്പം എന്താണ് സെക്കും ടാനും ആണ് സ്ക്വയർ റിലേഷൻ, കോട്ട് കൊസക്ക് ആൻഡ് സൈൻ കോസ്. സോ സെക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. സോ ഈ സെക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെക് തീറ്റ plus tan theta, that is അത് a square minus b square ഫോമിലാണ്. സോ a plus b into a minus b എഴുതാം. സോ sec theta a plus b, that is sec theta plus tan theta, then a minus b sec theta minus tan theta equal to 1 എന്ന് എഴുതാൻ പറ്റും. ഇത് നമുക്ക് എന്താണ് വേണ്ടത്? sec theta minus tan theta അല്ലേ. സോ that gives sec theta minus tan theta എന്ന് പറയുന്നത് എന്ത് വരും? 1 divided by എന്താണ് sec theta plus tan theta എന്ന് വരും, ശരിയല്ലേ? സോ sec theta plus tan theta എത്രയാണ്? 2 plus √3 എന്നാണ്. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കുക. ഇല്ല, ഇത് ഓപ്ഷനിലില്ല. സോ എന്താണ് നമുക്ക് എന്താണ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ട് റാഷണലൈസ് ചെയ്യാം. സോ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കോൺജുഗേറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ മൈനസ് അല്ലേ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് അതിൻ്റെ മൈനസാണ്. ന്യൂമറേറ്ററിൽ 2 plus √3 ആയതുകൊണ്ട് നമ്മൾ 2 minus √3 ഡിവൈഡും മൾട്ടിപ്ലൈയും ചെയ്യും. മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യും. സോ 2 minus √3 divided by 2 minus √3 എന്ന് ചെയ്യും. സോ 1 into 2 minus √3 ന്യൂമറേറ്റർ എന്ത് വരും? 2 minus √3 എന്ന് വരും. ആൻഡ് ഡിനോമിനേറ്റർ ഇസ് ഇൻ ദ ഫോം ഓഫ് a plus b into a minus b അല്ലേ. അപ്പോൾ a plus b into a minus b എന്ന ഫോമിലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് a square minus b square എന്നാണ്. സോ ഇവിടെ എന്ത് വരും? a2 square എന്ന് പറഞ്ഞാൽ 4, √3 square എന്നാൽ 3 അല്ലേ. So 4 minus 3 എന്ന് വരും, which is equal to എന്താ 2 minus √3/1 എന്ന് വരും. So the answer will be എന്താണ് 2 minus √3 എന്നായിരിക്കും. Okay, and the option is എത്രയാണ്? ഓപ്ഷൻ എ. Okay, option A is the correct option. Clear അല്ലേ? അപ്പോൾ അങ്ങനെയാണത് കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of cos 26 degree plus cos 54 degree plus cos 126 degree plus cos 206 degree plus cos 240 degree is എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ആർ 0, 1, -1/2, 1/2 and 1. അപ്പോൾ എന്താണ് ഇതിൽ 5 ആംഗിളാണ് തന്നിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആംഗിൾസ് പറഞ്ഞാൽ ഇതിൽ എന്താണ് സം പെർട്ടിക്കുലർ ആംഗിൾസിന് നമുക്ക് എന്താണ് റിലേഷൻ വരുത്താൻ പറ്റും. ഒന്ന് മറ്റേതിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു 126 പ്ലസ് എന്താണ് 206 പ്ലസ് 54 എന്ന് പറയുന്നത് 206 minus 126 അല്ല 206
മൈനസ് 26 എന്ന് പറഞ്ഞാൽ 206 മൈനസ് 26 എന്ന് പറയുമ്പോൾ നമുക്ക് 180 കിട്ടും. അതേപോലെ തന്നെ 126ഉം പ്ലസ് 54 ചെയ്താൽ നമുക്ക് എന്താ 180 കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഐഡിയ വെച്ചാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് ഐഡിയ. നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. പെയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒന്ന് 26ഉം 26 ഡിഗ്രിയും അതേപോലെ എന്താണ് 206 ഡിഗ്രിയും അതേപോലെ കോസ്റ്റ് 54 ഡിഗ്രിയും കോസ്റ്റ് 126 ഡിഗ്രിയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് 24 ഡിഗ്രി നമുക്ക് വേറെ ഒരു ടേംസിൽ എഴുതാൻ പറ്റും. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കോസ് പൈ പ്ലസ് തീറ്റൻ്റെ ടേംസിൽ എഴുതാം. സോ കോസ് പൈ പ്ലസ് തീറ്റ എന്നാൽ മൈനസ് കോസ് തീറ്റ എന്നാണ്. ഓക്കെ, കോസ് പൈ പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് 206 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 206 ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഓഫ് എന്താണ് 180 പ്ലസ് 26 ഡിഗ്രി. ഈ പൈയും 180 സെയിം ആണ്, മാറിപ്പോരുത്. 180 ഡിഗ്രി. സോ ഇത് എന്താണ് കോസ് പൈ പ്ലസ് തീറ്റ പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. കാരണം എന്താ പൈ പ്ലസ് തീറ്റ പറയുമ്പോൾ എന്താണ് പൈ പ്ലസ് തീറ്റ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് -1, ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. നമ്മൾ ASTC പറഞ്ഞ ഓൾ സൈൻ ടാൻ കോസ്. സോ തേർഡ് ക്വാഡ്രന്റിൽ എന്താണ് കോസ് -1. സോ ദിസ് വുഡ് ബിക്കം മൈനസ് കോസ് 26. Similarly, cos 126 can be written as എന്താണ് 126 cos of എന്താണ് 180 മൈനസ് 54 ഡിഗ്രി. ഓക്കെ, അപ്പം ഇവിടെ വേറെ ഒന്നും കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് കോസ് ഓഫ് പൈ മൈനസ് തീറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതും എന്താണ് മൈനസ് കോസ് തീറ്റ. പൈ മൈനസ് തീറ്റ പറയുമ്പോൾ എന്താണ് പൈ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ തേർഡ് ക്വാഡ്രന്റിനും സെക്കൻഡ് ക്വാഡ്രന്റിനും ഇതാക്കുന്ന ലൈൻ. സോ പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് എത്തും. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ് കോസ് -1. സോ മൈനസ് കോസ് തീറ്റ ആയിരിക്കും കിട്ടുക. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താ മൈനസ് 54. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് ബാക്കി എന്താണ് 240 ആണ്. സോ 240 ക്യാൻ ബി റിട്ടൺ ആസ് 180 പ്ലസ് 60. കാരണം നമുക്ക് അറിയുന്ന ഏതിൻ്റെ ആംഗിളിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയുന്ന സ്റ്റാൻഡേർഡ് ആംഗിൾസ് ഉണ്ട് 0, 30, 45, 60, 90. സോ അതിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ 240 ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഓഫ് എന്താണ് 180 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ കോസ് ഓഫ് 180 പ്ലസ് 60 എന്താണ് മൈനസ് കോസ് 60 എന്ന് എഴുതാൻ പറ്റും. സോ കോസ് 60ൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. സോ ദെയർഫോർ നമ്മൾ ചോദിച്ചെന്താണ് കോസ് 26 പ്ലസ് cos 54 plus cos 126 plus cos 206 plus cos 240 and can be written as എന്താണ് ഫസ്റ്റ് cos 26 ആണ്, സെക്കൻഡ് cos 54 അല്ലേ, തേർഡ് എന്താ മൈനസ് cos 26 ഡിഗ്രി ആൻഡ് ഫോർത്ത് സോറി ഇത് cos 54 മൈനസ് cos 54 ഡിഗ്രി എന്ന് വരും. ഇത് മൈനസ് cos 26 ഡിഗ്രി മൈനസ് cos 60 ഡിഗ്രി എന്ന് വരും. സോ ദിസ് ക്യാൻ ബി ക്യാൻസൽഡ്, ദിസ് ക്യാൻ ബി ക്യാൻസൽഡ്. സോ എന്ത് ബാക്കി വരിക മൈനസ് cos 60 ഡിഗ്രി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ cos 60 ഡിഗ്രി 1/2 ആണ്. സോ മൈനസ് cos 60 ഡിഗ്രി എന്ന് വരും മൈനസ് 1/2 എന്നാണ് ആൻസർ കിട്ടുക, വിച്ച് ഈസ് ഓപ്ഷൻ എന്താണ് ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സോറി മൈനസ് 1/2 ആണല്ലേ. സോ ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Okay, clear alle? So let's move on to the next question. Let alpha and beta be such that alpha plus beta is equal to pi. If cos alpha is equal to 1/√2, then the value of cot beta minus alpha is എന്നാണ് ചോദിച്ചത്. സോ ഓപ്ഷൻസ് ആൽഫ 1, 1/2, 1/4, 0. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു പൈ എന്നാണ്. അതേപോലെ തന്നെ എന്താണ് കോസ് ആൽഫ എന്ന് പറയുന്നത് 1/√2 ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആൽഫ കോസ് ആൻഡ് തീറ്റ 1/√2 വരുന്ന ആംഗിൾ ഏതാണ് 45 ഡിഗ്രി, ദാറ്റ് ഇസ് π/4. സോ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു π/4 എന്നാണ് പറ്റും. അങ്ങനെയാണെങ്കിൽ ബീറ്റ നമുക്ക് കണ്ടുപിടിച്ചു. therefore ബീറ്റ വിൽ ബി ഈക്വൽ ടു എന്താ പൈ മൈനസ് ആൽഫ which is equal to pi minus π/4. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4π minus π/4 എന്ന് വരും, which is equal to
3π/4. So beta is equal to 3/4 alpha is equal to π/4 എന്ന് എഴുതി. സോ നമുക്ക് ബീറ്റ മൈനസ് ആൽഫന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചത് എന്നിട്ട് കോട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബീറ്റ മൈനസ് ആൽഫ അപ്പം എന്ത് വരും? ബീറ്റ ഇസ് ഈക്വൽ ടു എന്താ 3π/4 എന്നും ആൽഫ ഇസ് ഈക്വൽ ടു π/4. സോ 3π/4 മൈനസ് π/4 എന്ന് പറഞ്ഞാൽ എന്താ 2π/4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3π/2 എന്നാണ്. സോ therefore കോട്ട് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോട്ട് π/2. കോട്ട് π/2 നമുക്ക് കോട്ട് തീറ്റ നമുക്ക് എന്താണ് സൈൻ π/2 ഡിവൈഡഡ് ബൈ കോസ് π/2 എന്ന് എഴുതാൻ പറ്റും. സൈൻ π/2 എത്രയാണ്? സൈൻ π/2 സോറി കോട്ടാണ്, കോട്ടാകുമ്പോൾ തിരിച്ചാണ്. ഓക്കെ, അപ്പോൾ കോസ് π/2 ഡിവൈഡഡ് ബൈ സൈൻ π/2 എന്ന് വരും. സോ കോസ് π/2 0 ആണ്, ഡിവൈഡ് ബൈ 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ദ ആൻസർ ഇസ് എന്താണ് 0 എന്നായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ആൻസർ 0 ആണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, കോട്ട് 90 നേരിട്ട് അറിയുന്നവർ അങ്ങനെ എഴുതാം. പക്ഷേ നമുക്ക് ഇനി കോട്ട് അറിയില്ലെങ്കിൽ കോസും സൈനും പഠിച്ചു വെക്കുക. അതിൻ്റെ ടേംസിലെല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് പറഞ്ഞു നോക്കുക. ദാറ്റ് ഈസ് സൈനും കോസും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എന്താ ടാൻ അതിന് കണ്ടുപിടിക്കാട്ടും കോട്ട് കണ്ടുപിടിക്കാട്ടും. പിന്നെ സൈനിന് റെസിപ്രോക്കൽ എടുത്താൽ കൊസക്കും കിട്ടും, കോസിന് റെസിപ്രോക്കൽ എടുത്താൽ സെക്കും കിട്ടും. അതാണ് ഇത്. അപ്പോൾ സൈനിൻ്റെ പഠിച്ചാൽ കോസും പഠിക്കാൻ പറ്റും. എന്താണ് സൈനിൻ്റെ എന്താണ് 0, 1/2 ആംഗിൾസ് വരുമ്പോൾ 0, 30, 45, 60, 90 അതിൻ്റെ പഠിക്കുക. ദാറ്റ് ഈസ് 0, 1/2, 1/√2, √3/2, 1. ഇത് തിരിച്ചിട്ടാൽ നമുക്ക് കോസ് കിട്ടും. ദാറ്റ് ഈസ് കോസിൻ്റെ 0, 30, 45, 60, 90 എന്താണ് 1, √3/2, 1/√2, 1/2, 0. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താ? ടാൻ എന്താ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. കോട്ട് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. സെക് തീറ്റ പറഞ്ഞാൽ എന്താണ് 1/cosec തീറ്റയാണ്, കോസ് തീറ്റയാണ്. കൊസെക് തീറ്റ പറഞ്ഞാൽ 1/sin തീറ്റയാണ്. സോ ഇതൊന്നല്ലാതെ നമുക്ക് സൈന് മാത്രം പഠിച്ചാൽ തന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ പറ്റും. സൈന് പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 2π, then the value of cot alpha by 2 into cot beta by 2 plus cot alpha by 2 into cot gamma by 2 plus cot beta by 2 into cot gamma by 2 is ഇവിടെ ഓപ്ഷൻസ് 0, 1, π/2, π/3 ആൻഡ് 1/2 എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 2π എന്നാണ്. ശരിയല്ലേ? സോ ദാറ്റ് ഗിവ്സ് എന്താണ് ആൽഫ പ്ലസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് എങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ബൈ 2 ഈക്വൽ ടു π എന്നാണ്. Also that can be written as alpha by 2 plus beta by 2 plus gamma by 2 equal to π. ഓക്കെ, ഇനി ഞാൻ ആൽഫ ബൈ 2നെയും ബീറ്റ ബൈ 2നെയും ഗാമ ബൈ 2നെയും വേറൊരു ലെറ്റർ വെച്ച് കണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ലെറ്റ് എ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 2, ബി ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ആൻഡ് സി ഇസ് ഈക്വൽ ടു എന്താണ് ഗാമ ബൈ 2. എല്ലാം ക്യാപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 2, ബി ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ആൻഡ് സി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 2 എന്ന് എഴുതി. സോ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഗിവ്സ് എന്താണ് therefore അല്ലെങ്കിൽ ദാറ്റ് ഗിവ്സ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു π എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വലിയ എക്സ്പ്രഷൻ ആണല്ലോ, അത് പാടെ നിന്നോട്ടെ. നമുക്ക് ഫസ്റ്റ് ഇത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിനെ ഒക്കെ ടാൻ്റെ ടേംസിൽ എഴുതാം. ഓക്കെ, ലെറ്റ് എസ് ബി എസ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മളുടെ ഇതെന്തായിരുന്നു കോട്ട്. ഇപ്പൊ ആൽഫ ബൈ 2 എന്തായി? ആൽഫ ബൈ 2 എ ആയി, ബീറ്റ ബൈ 2 ബി ആയി ആൻഡ് ഗാമ ബൈ 2 സി ആയി. അപ്പോൾ അതിൻ്റെ ടേംസിൽ എഴുതാം. സോ ലെറ്റ് എസ് ഈക്വൽ ടു കോട്ട് എ കോട്ട് ബി പ്ലസ് കോട്ട് എ കോട്ട് സി പ്ലസ് എന്താണ് കോട്ട് ബി കോട്ട് സി. ഓക്കെ, ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇനി ഇതിനെ ആ ടാൻ്റെ ടേംസിൽ എഴുതുകയാണ്. ടാൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ദിസ് വിൽ ബിക്കം 1/tan A tan B പ്ലസ് 1/tan A tan C പ്ലസ് 1/tan B tan C. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ ഇതിനെ കോമൺ ആക്കണം. ഇതിനെ റെസിപ്രോക്കൽ കോമൺ ആക്കണം. റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ. അപ്പം ടാൻ എ ടാൻ എല്ലാം ഇതാക്കുമ്പോൾ ടാൻ എയും ടാൻ ബിയും ടാൻ സിയും വേണം. സോ ഇവിടെ ടാൻ സി വേണമെങ്കിൽ ഇവിടെ ടാൻ സി ആണ് മിസ്സിങ്. അപ്പോൾ ഇവിടെ ടാൻ സി വേണമെങ്കിൽ ഇവിടെയും ടാൻ സി എഴുതണം. സോ ഇവിടെ എന്ത് വരും? ടാൻ സി എന്ന് വരും മേലെ. പിന്നെ
സെക്കൻഡ് വണ്ണോ ഇവിടെ tan എയും tan c ഉണ്ട്. സോ ഇവിടെ tan b വരണമെങ്കിൽ ഇവിടെയും tan b വരണം. സോ സെക്കൻഡ് വണ്ണിൽ tan b എന്ന് വരും. ആൻഡ് തേർഡ് ലോ tan b tan c ഉണ്ട്. സോ മേലെയും താഴെയും tan a ആണ് വേണ്ടത്. സോ ദിസ് വുഡ് ബിക്കം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan c പ്ലസ് tan b പ്ലസ് tan a ഡിവൈഡഡ് ബൈ tan a പ്ലസ് tan b. സോ tan a ഇൻറ്റു tan b ഇൻറ്റു tan c എന്ന് വരും. ഓക്കെ, ഇനി ഇതിവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് വേണ്ട ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ tan a അല്ലെങ്കിൽ tan ഓഫ് a പ്ലസ് ബി പ്ലസ് സി is equal to എന്താണെന്നാണ്. സോ tan ഓഫ് a പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് tan a പ്ലസ് tan b മൈനസ് tan c മൈനസ് പ്ലസ് tan c മൈനസ് എന്താണ് tan a ഇൻറ്റു tan b ഇൻറ്റു tan c ഡിവൈഡഡ് ബൈ എന്താണ് 1 മൈനസ് tan a tan b പ്ലസ് tan b tan c പ്ലസ് tan a tan c ഇങ്ങനെ വരും. ശരിയല്ലേ? tan a tan b പ്ലസ് ഇങ്ങനെ വരും. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു a പ്ലസ് ബി പ്ലസ് സി is equal to എന്താണ് പൈ എന്നാണ് പറഞ്ഞു. ദാറ്റ് ഗിവ്സ് tan ഓഫ് a പ്ലസ് ബി പ്ലസ് സി എന്ന tan ഓഫ് പൈ വിച്ച് is equal to 0. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു 0 ആണ്. ഓക്കെ, ഇത് മൊത്തം 0 ആണ്. ഇത് മൊത്തം 0 ആണ് എന്താണ് നമ്മൾ ന്യൂമറേറ്റർ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സിൻസ് tan ഓഫ് a plus b plus c by equal to 0, the numerator should be equal to 0. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ന്യൂമറേറ്റർ 0 പറഞ്ഞാൽ that gives tan a plus tan b plus tan c മൈനസ് എന്താണ് tan a into tan b into tan c is equal to 0 എന്ന് വരും. Therefore we can write tan a plus tan b plus tan c is equal to എന്ത് വരും? tan a into tan b into tan c. tan a plus tan b plus tan c is equal to tan a into tan b plus tan c ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? Therefore നമുക്ക് പറയാൻ പറ്റും therefore s is equal to എന്താണ് tan a plus tan b plus tan c ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ കിട്ടിയ ഡിവൈഡ് ബൈ അതന്നെ tan a into tan b tan c ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ tan a പ്ലസ് അതാണ് നേരത്തെ കണ്ടുപിടിച്ചത് tan b പ്ലസ് tan c എന്നായിരിക്കും. സോ ഇവിടെ ഈക്വൽ ടു 1 എന്ന് വരും. ശരിയല്ല? ഇത് രണ്ടും സെയിം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ആൻഡ് ദി ഓപ്ഷൻ is B. ഓപ്ഷൻ B ആണ് ആൻസർ. ക്ലിയർ അല്ലേ? Okay, now let's do the last question. Let k be a real number such that sin 3 pi by 14 into cos 3 pi by 14 is equal to k into cos pi by 14. Then the value of 4k is option A 1, option B 2, option C pi by 2, option D 1 by 2 and option E is 0. Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞത് sin 3 pi by 14 into cos 3 pi by 14 is equal to k into cos pi by 14 എന്നാണ്. ശരിയല്ലേ? ഇനി നമുക്കറിയാം നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി അതായത് sin theta into cos theta is equal to 1 by 2 into sin theta അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് sin 2 theta എന്ന് പറയുന്നത് ഡബിൾ ആംഗിൾ ഫോർമുല വെച്ച് കണ്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു 2 sin theta cos theta. അങ്ങനെയാണെങ്കിൽ എന്താണ് cos theta into sin theta അല്ലെങ്കിൽ sin theta into cos theta എന്ത് വരും? sin theta into cos theta is equal to എന്താ 1 by 2 sin 2 theta എന്ന് വരും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് us അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് sin 3 pi by 14 into cos 3 pi by 14
is equal to 1/2 into sine the 2 theta. So sine 2 into 3 pi by 14 in the room, which is equal to the 14 into the 3 pi by 7. So half into sine 3 pi by 7. ഇനി സൈൻ 3 pi by 7 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ ഓഫ് പൈ ബൈ 2 നമുക്ക് എന്താണ് ഇത് ഇവിടെ ഈ സൈഡിൽ പൈ ബൈ 14 ആണ്. സോ ആ പൈ ബൈ 14 ടേംസിൽ എങ്ങനെ എഴുതണം? സോ അതിന് നമുക്ക് 3 pi by 7 പൈ മൈനസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 14 എഴുതിയാൽ 3 pi by 7 ആവും. നമുക്കറിയാം സൈൻ pi minus 2 sine into pi minus 2 by pi by 2 minus theta. So that is sine of pi by 2 minus theta എന്ന് പറയുന്നത് എന്താണ്? cos theta ആണ് അല്ലേ? കോംപ്ലിമെന്ററി ആംഗിൾസ് എടുക്കുമ്പോൾ കോസ് സൈൻ ആവും, സൈന് കോസ് ആവും. സപ്ലിമെന്ററി ആംഗിൾസ് എടുക്കുമ്പോൾ സൈനും സൈന് മാറില്ല. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു അപ്പോൾ ഇവിടെ എന്ത് വരും? പൈ ബൈ 2 മൈനസ് പൈ ബൈ 14 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു കോസ് പൈ ബൈ 14 എന്ന് വരും. Okay, so that will become എന്താണ്? Hence അപ്പോൾ എന്ത് k എന്താ വരിക? k is equal to എന്താണ്? k is equal to k അവിടെയാണ്. സോ അങ്ങോട്ട് പോകുമ്പോൾ സൈൻ പൈ ബൈ 14 cos pi by 14 sin pi by 14 cos pi by 14 sorry so 3 pi by 14 ആണല്ലേ divided by cos pi by 14 എന്നാണ്. that is sin 3 pi by 14 cos 3 pi by 14 divided by എന്താണ്? cos pi by 14. ഇനി സൈൻ 3 pi by 14 ഇൻറ്റു കോസ് 3 pi by 14 നമുക്ക് ഹാഫ് ഇൻറ്റു കോസ് പൈ ബൈ 14 എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ കോസ് പൈ ബൈ 14. സോ ദിസ് ക്യാൻ ബി ക്യാൻസൽ. k is equal to എന്ത് വരും? 1/2. ഹെൻസ് വി ക്യാൻ സേ 4k എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 into 1/2 എന്ന് വരും, which is equal to 2 എന്ന് വരും. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ 2 ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണ് അപ്പം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള എന്താണ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരാറ്. നിങ്ങൾ എന്താണ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കുക. അതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ റിലേഷൻ, നമ്മൾ റെസിപ്രോക്കൽ റിലേഷൻസ് കൂടി അതേപോലെ തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് ഡബിൾ ആംഗിൾ ഫോർമുല, ഹാഫ് ആംഗിൾ ഫോർമുല, ട്രിപ്പിൾ ആംഗിൾ ഫോർമുല, ദാറ്റ് ഈസ് ഇപ്പം എന്താണ് 2 തീറ്റ 3 തീറ്റ θ/2 അതൊക്കെ ആ ഒരു ടേംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈക്ക് ഫോർമുലാസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ സൈൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, അതേപോലെ തന്നെ സൈൻ എ പ്ലസ് സൈൻ ബി, ഇതൊക്കെ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. അതിനൊക്കെ എന്താണ് ഒരു പ്രോപ്പർ വേ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പം ലൈക്ക് കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ ഇൻറ്റു ബി പറഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. കോസിന്റെ കേസിൽ കോസ് ഫസ്റ്റ് ഇപ്പോൾ എഴുതും, എന്നിട്ട് പിന്നെ സൈൻ എഴുതും. സൈനിന്റെ കേസിൽ അത് രണ്ടും മിക്സ്ഡ് ആയിട്ടാണ്, കോസ് എ സൈൻ എ പ്ലസ് സൈൻ എ കോസ് എ, അങ്ങനത്തെ ഒരു കേസിലാണ് വരിക. അത് എല്ലാത്തിനും അതിനെന്താണ് ആ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചെങ്ങാണ്ട് പഠിക്കുക. പിന്നെ എന്താണ് സൈൻ 2 തീറ്റ അതേ കോസ് 2 തീറ്റ, ഈ രണ്ട് ഡബിൾ ആംഗിൾസിനും കുറേ ഫോർമുലാസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞത്രയും ഇതൊക്കെ എല്ലാതും എന്താണ് ഓരോന്നോരോ സിംപ്ലിഫിക്കേഷൻ ഒക്കെ നടത്തിക്കാണ് ഉണ്ടാക്കുന്നത്. സോ അതൊക്കെ കഴിഞ്ഞത്രയും പഠിക്കാൻ നോക്കുക. പ്രോപ്പറായിട്ട് ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി എന്നുള്ള പോർഷൻസിൽ കീഴിൽ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ കൺസിഡർ എന്താ വെച്ചാൽ ആംഗിൾസിന്റെ വാല്യൂ പ്രോപ്പറായി പഠിക്കുക. ദെൻ എന്താണ് ഒരു വലിയ ആംഗിളിൽ ചെറിയ ആംഗിളിൽ ടേംസ് ഒക്കെ എഴുതാൻ പഠിക്കുക. ശരിക്കും അത് എന്താണ് ഓരോ റൂൾസും പഠിക്കണം. ASTC അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ആംഗിളിൽ തന്നാൽ അത് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് എന്താണ് പ്രോപ്പറായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.